ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഒരു സ്കിൻ ഷെയ്ഡും മോശമാണെന്നോ നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് ഏതാണോ അത് മാറ്റി വൈറ്റ് ആണോ എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് എടുക്കുകയും കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യുകയും കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ട സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ഷെയ്ഡ് ഒരു 2-3 ഷെയ്ഡ്സ് എന്തായാലും ബ്രൈറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഡിലേ അടിക്കേണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഡസ്കി സ്കിൻ ടോൺകാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ അൺഈവൻ സ്കിൻ ടോൺ എന്നുള്ളത്. നമ്മുടെ നെറ്റിയിൽ ഒരു നിറമായിരിക്കും, നമ്മുടെ ചീക്സിൽ ഒരു നിറമായിരിക്കും, അതേപോലെ എറൗണ്ട് മൗത്ത് ഒരു നിറമായിരിക്കും, പിന്നെ ഡാർക്ക് സർക്കിൾസ് കാണും, പിന്നെ പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് പോയതിന്റെ മാർക്സ്, അങ്ങനെ മൊത്തത്തിൽ ഒരു അൺഈവൻ സ്കിൻ ടോൺ ആണ് നമുക്കുള്ളത്. എനിക്ക് അത് എപ്പോഴും പണ്ട് തൊട്ടേ എൻ്റെ സ്കിൻ ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ സ്കിൻ എപ്പോഴും ഈവൻ ടോൺ ആക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ എറൗണ്ട് മൗത്ത് ഉള്ള പിഗ്മെന്റേഷൻ ഒക്കെ ഞാൻ അത്യാവശ്യം കൺസേൺ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഗ്ലൂട്ടഥയോൺ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗ്ലൂട്ടഥയോൺ ആക്ച്വലി നമുക്ക് 3 ഫോംസിൽ അവൈലബിൾ, അതായത് ടാബ്ലറ്റ് ഫോമിൽ, ക്രീംസിന്റെ രൂപത്തിലും, പിന്നെ അല്ലെങ്കിൽ IV ഷോട്ട്സ്, അതായത് ഇഞ്ചക്ഷൻ ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ കൂടുതലും പെട്ടെന്ന് എഫക്റ്റീവ് റിസൾട്ട്സ് വരുന്നത് ഈ IV ഷോട്ട്സ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു നമുക്കത് അഫോർഡബിൾ ആകുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത്. കാരണം അതിന്റെ റേറ്റ് ലൈക്ക് 6K 8K ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് ഈ ടാബ്ലറ്റ് ഫോംസ്. ക്രീംസ് എന്ന് പറയുമ്പോൾ ആ ഇടുന്ന പെർട്ടിക്കുലർ ഏരിയക്ക് മാത്രമേ ആ ഒരു എഫക്ട് കിട്ടൂ. ആൻഡ് ഓൾസോ ഒരു ഇന്റേണലി എടുക്കുന്നതിലും കുറച്ചും കൂടെ ഒക്കെ ഒരു എഫക്ട് കുറവായിരിക്കാം. ഇന്റേണലി എടുക്കുമ്പോൾ ആ ഹോൾ ബോഡിക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ്. നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ ഒക്കെ കാണുമ്പോഴാണെങ്കിലും നമ്മൾ പറയും അവർ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഒരു നിറവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ നല്ല ബ്രൈറ്റ് ആവുകയും അവർ ഗ്ലൂട്ടഥയോൺ എടുത്തിട്ടാണ് അങ്ങനെ ആവുന്നത് നമ്മൾ പണ്ടേ കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ എനിക്കിത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി, കുറെ ബ്രാൻഡ്സ് ഞാൻ നോക്കി, ഏതാണ് നല്ലത് എന്നൊക്കെ നോക്കി ഞാൻ അതിൽ നിന്ന് ചൂസ് ചെയ്തൊരു ബ്രാൻഡാണ് ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടഥയോൺ പ്ലസ് വിറ്റമിൻ സി സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റ്. ഞാനിതൊരു 20 ടാബ്ലറ്റ്സോളം കൺസ്യൂം ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് റീസെന്റ് ആയിട്ട് എനിക്ക് നല്ല പിമ്പിൾസ് ഫേസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിമ്പിൾസിന് വേറെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു. പക്ഷെ അത് വന്നിട്ടുള്ള പോയിട്ടുള്ള പാടുകളും, പിന്നെ ഈ പിമ്പിൾസിന്റെ ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഈ പിഗ്മെന്റേഷൻ അറൌണ്ട് മൗത്ത്, എനിക്ക് ഓൾറെഡി പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എക്സ്ട്രാ മാർക്സ് ഇവിടെ വരാൻ തുടങ്ങി, അത് ഡാർക്ക് സ്പോട്ട്സ് വരാൻ തുടങ്ങി. സോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു റുട്ടീനിൽ ആഡ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടഥയോൺ. മാർക്കറ്റിൽ കുറെ ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡ്സും ഞാൻ നോക്കിയിട്ട് ചൂസ് ചെയ്തൊരു ബ്രാൻഡാണ് ഈ ഷീക്ക് ന്യൂട്രിക്സ്. സോ ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ജാപ്പനീസ് ഗ്ലൂട്ടഥയോൺ ആണ്. അതായത് 500 mg ജാപ്പനീസ് ഗ്ലൂട്ടഥയോൺ ആൻഡ് 40 mg വിറ്റമിൻ സി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൽ നോ ആഡഡ് ഷുഗർ ആണ്. ആൻഡ് ഇതൊരു വീഗൻ പ്രോഡക്റ്റ് ആണ്. ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്ന് എനിക്ക് തോന്നി. ഈ ജാപ്പനീസ് ഗ്ലൂട്ടഥയോൺ എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് റിസൾട്ട്സ് കിട്ടാനായിട്ട് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ആൻഡ് ഇത് നാച്ചുറലി ഡിറൈവ്ഡ് ഫ്രം ഈസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഫ്ലേവർ ഞാൻ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ പലരും പല വേറെ ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു കെമിക്കൽ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിന്റെ ടേസ്റ്റ്, അങ്ങനെയൊക്കെ ഞാൻ കുറെ റിവ്യൂ കണ്ടു. അപ്പൊ ഞാൻ ഈ ഫ്ലേവറിലും ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതിന്റെ ഫ്ലേവർ സീരിയസ്ലി ഇത് വരുന്നത് സ്ട്രോബെറി ലെമൺ ഫ്ലേവർ ആണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. ശരിക്കും ഒരു പ്രശ്നമില്ല, നമ്മളൊരു മെഡിസിൻ കഴിക്കുക അങ്ങനത്തെ ഫീൽ ഒന്നുമില്ല. ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. സോ അപ്പൊ ഫ്ലേവറും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പോസിറ്റീവ് സൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് എഫർവെസന്റ് ഗ്ലൂട്ടഥയോൺ ആണ്. അതായത് നമ്മൾ ഈ ടാബ്ലറ്റ് ഫോമിൽ ഇരിക്കുന്ന ഈ ഗ്ലൂട്ടഥയോൺ എടുത്ത് നമ്മളൊരു 250 ml ഓഫ് വാട്ടറിൽ ഇടുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവും. ആ ഫിസ് ഒക്കെ വന്ന് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി അത് ഡിസോൾവ് ആയി പോകും. എന്നിട്ട് നമ്മൾ ആ ലിക്വിഡ് ഫോം ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട്സ് കിട്ടും. ബാക്കി ടാബ്ലറ്റ്സും പിൽസോ അല്ലെങ്കിൽ ഈ ഗമ്മീസിലും കൂടുതൽ റിസൾട്ട് നമുക്ക് ഈ എഫർവെസന്റ് ഫോമിൽ കിട്ടും. എൻ്റെ ഈ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിലുള്ള ആ ഒരു പിഗ്മെന്റേഷനും ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി ആ ഒരു ക്ലിയർ സ്കിൻ എനിക്ക് തിരിച്ചു കിട്ടി, എൻ്റെ ക്ലിയർ സ്കിൻ ആക്ച്വലി. ആൻഡ് ഓൾസോ ഞാൻ കൺസേൺഡ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷന് നല്ലൊരു റിഡക്ഷനും എനിക്ക് കിട്ടി. 8 വീക്സിൽ അത് കംപ്ലീറ്റ് റിസൾട്ട്സ് തരുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഒരു ടാബ് എടുത്തിട്ട് ഒരു 250 ml വാട്ടറിനകത്ത് ഈ ടാബ്ലറ്റ് ഇടുക. ഇത് അപ്പോൾ തന്നെ ഫുള്ള് ഡിസോൾവ് ആവും. ആ ഫിസ് ഒക്കെ വന്ന് ആ ഫിസ് പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ഡിസോൾവ് ആയതിനു ശേഷം അത് നമുക്ക്
കുടിക്കാവുന്നതാണ്. ഡെയിലി ഒരു നേരം മാത്രമേ ഇത് കൺസ്യൂം ചെയ്യാവൂ. അതും ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. അത് ഏത് സമയം വേണമെങ്കിലും യൂസ് ചെയ്യാം, രാത്രിയോ രാവിലെയോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വേണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്രോഡക്റ്റ് ലിങ്ക്, കൂപ്പൺ കോഡും സൈറ്റ് ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.